ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഗൂഗിൾ site.google.com നമ്മളൊരു വെബ് 2 മോഡൽ ക്രിയേറ്റ് ചെയ്യും. വെബ് 2 ബേസിക്കലി എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റിന് ഒരു റിപ്ലൈക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ട് റീസണാണ് വൈ വി ക്രിയേറ്റ് വെബ് 2. ഒന്ന്, നമ്മുടെ റിപ്പോർട്ടേഷൻ മാനേജ്മെൻറ്റിനകത്ത് നമ്മൾ നമ്മുടെ ബ്രാൻഡ് നെയിമിൽ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവായിട്ട് തരുവാണെങ്കിൽ വി യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് ടൂസ് ടു കൺട്രോൾ അവർ reputation management. So നമ്മളെ പറ്റി നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുന്ന റിസോഴ്സസ് ആയിരിക്കും ഫസ്റ്റ് റിസൾട്ടിനകത്ത് ഇഫ് സംബഡി ഈസ് ഗോയിങ് ടു സെർച്ച് വിത്ത് അവർ ബ്രാൻഡ് നെയിം. സോ അതാണ് നമ്മുടെ ഒരു പർപ്പസ്. സെക്കൻഡ് പർപ്പസ് ഈസ് ഓൾസോ ഇങ്ങനത്തെ ഈ വെബ് 2 നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവർക്കെല്ലാം അതോറിറ്റി ഭയങ്കര നല്ല അതോറിറ്റി ആയിരിക്കും. അതോറിറ്റി കൂടുതലായതുകൊണ്ട് എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ചിലപ്പം റാങ്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. സോ ഇഫ് ദേ ആർ ഏബിൾ ടു റാങ്ക് ഓൾസോ നമുക്ക് ഇവിടുന്ന് ലിങ്ക്സ് എടുക്കാൻ പറ്റും, ബാക്ക് ലിങ്ക്സ് കൊണ്ടുവരാൻ പറ്റും, നമുക്ക് ട്രാഫിക് കൊണ്ടുവരാൻ പറ്റും, ഈവൻ ദോ നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വെബ്സൈറ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഇവരെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഓവറോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടുതലാവും. സോ നമ്മൾ ഒന്നല്ല ഒരുപാട് വെബ് ടൂൾസ് നമ്മൾ ചെയ്യാറുണ്ട്. മെയിൻ പർപ്പസസ് നമുക്ക് കൂടുതലായിട്ട് റിസോഴ്സസ് കിട്ടാൻ വേണ്ടിയാണ്. സോ ഇത് ഒരു ജസ്റ്റ് വെബ് 2 ആണ്, site.google.com ക്രിയേറ്റ് ചെയ്തത്. സോ ജസ്റ്റ് യു ക്യാൻ സീ ദാറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. സോ വെൻ എവർ യു ക്ലിക്ക്, this is particularly going back to the specific pages, like is service provide ചെയ്യുന്ന സ്ഥലത്തോട്ടായിരിക്കും ഇത് പോകുന്നത്. സോ ഇത് ബ്ലോഗ് സെക്ഷൻ. വെൻ യു ക്ലിക്ക് ഓൺ ദ ബ്ലോഗ് സെക്ഷൻസ് ഓൾസോ ദാറ്റ് വിൽ ഗോസ് ടു ബ്ലോഗ് സെക്ഷൻസ്. ഇവിടെ നമുക്ക് ബ്ലോഗ്സ് ആയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ വെൻ യു ക്ലിക്ക് ഓൺ ദാറ്റ് ബ്ലോഗ് ഇറ്റ് വിൽ ഗോയിങ് ടു ദാറ്റ് ബ്ലോഗ് ഓൾസോ. സോ യു ക്യാൻ സീ ദാറ്റ് URL how it's going to come in this particular section. ഇതൊരു ബ്ലോഗാണ്. ബ്ലോഗിനകത്ത് നമ്മളൊരു സർവീസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ലിങ്ക് ആ പർട്ടിക്കുലർ സൈറ്റിനകത്തോട്ട് നമ്മൾ വിടുന്നുണ്ട്. സോ ദാറ്റ് ഇത് ഒരു റാങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് അതോറിറ്റിയും കൂടെ നമ്മുടെ സൈറ്റിനകത്തോട്ട് പാസ്സാവാൻ വേണ്ടി. സോ ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു നമുക്ക് കംപ്ലീറ്റ് ഒരു വെബ്സൈറ്റ് പോലെ തന്നെ നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. സോ നൗ ലെറ്റ്സ് സീ ദാറ്റ് നമുക്ക് ഇതിൻ്റെ ഒരു അനാലിറ്റിക്സ് ട്രാക്ക് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ വെൻ എവർ വി ക്രിയേറ്റ് എനി എക്സ്റ്റേണൽ റിസോഴ്സസ് നമുക്ക് അതിൻ്റെ ഡാറ്റ ട്രാക്ക് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഇസ് ഇറ്റ് വർക്കിംഗ് ആണോ, അല്ല പിന്നെ ഇതിനകത്ത് ട്രാഫിക് വരുന്നുണ്ടോ ഇല്ല എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് വാട്ട് വി ഡു, വി ക്യാൻ ഇൻസ്റ്റാൾ അനാലിറ്റിക്സ് ഇൻ ദിസ് പർട്ടിക്കുലർ ഗൂഗിൾ സൈറ്റിനകത്ത്. അനാലിറ്റിക്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ബേസിക്കലി ഞാനിപ്പം സൈറ്റിനകത്ത് വരുവാണെങ്കിൽ നമുക്കിവിടെ സെറ്റിംഗ്സിനകത്ത് ഓപ്ഷൻ ഉണ്ട്, അനാലിറ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ആ അനാലിറ്റിക്സിനകത്ത് നമുക്ക് എന്താ അനാലിറ്റിക്സിൻ്റെ കോഡാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. സോ നമുക്ക് ഈ അനാലിറ്റിക്സ് കോഡ് എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമുക്ക് പോയിട്ട് നമുക്ക് അനാലിറ്റിക്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അനാലിറ്റിക്സിനകത്ത് ഞാൻ analytics.google.com സോ ഓൾറെഡി എനിക്ക് അനാലിറ്റിക്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സെറ്റിംഗ്സിനകത്ത് തന്നെ അഡ്മിൻ പാനലാണ് എടുത്തേക്കുന്നത്. അഡ്മിൻ പാനലിനകത്ത് നമുക്ക് ഇവിടെ കാണുവാണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സോ ഒരു Gmail ID വെച്ചിട്ട് അപ് ടു 100 അക്കൗണ്ട് വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാം. സോ ലെറ്റ്സ് ബ്രാൻഡ് നെയിം നമ്മൾ ഫോക്കസ് ചെയ്യാം. നമ്മൾ ഏത് ബ്രാൻഡ് നെയിമാണ് എടുത്തേക്കുന്നത് ആ ബ്രാൻഡ് നെയിമിനകത്ത് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. സോ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഡിജിറ്റൽ ടെക്കി ബ്രാൻഡ് നെയിമിൻ്റെ പുറത്താണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ക്രിയേറ്റ് ഈ ഡിജിറ്റൽ ടെക്കി ബ്രാൻഡ് നെയിമിൻ്റെ പുറത്ത് എക്വയർ ചെയ്യുക. സോ ഇവിടെ ഗൂഗിൾ പ്രൊഡക്റ്റ് സർവീസസ് എല്ലാം ക്ലിക്ക് ചെയ്യുക. അപ് ടു 91 100 ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ സാറിന് 100 വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ഓൺ ദ നെക്സ്റ്റ്. സോ ഗൂഗിൾ അതിനകത്ത് ഇപ്പോൾ 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന് ഗൂഗിളിൻ്റെ യൂണിവേഴ്സൽ അനാലിറ്റിക്സ് ഉണ്ട്, രണ്ടാമത്തെ ഗൂഗിളിൻ്റെ അനാലിറ്റിക്സ് 4 ഉണ്ട് പ്രോപ്പർട്ടി. സോ 2 പ്രോപ്പർട്ടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് കൺട്രി ജോൺസ് എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ലെറ്റ്സ് ഗിവ് ഇന്ത്യ ആസ് എ കൺട്രി ആൻഡ് ലെറ്റ്സ് ഫൈൻഡ് ദ ഇന്ത്യ. ആൻഡ് അതേപോലെ തന്നെ കറൻസി നമുക്ക് INR കൊടുക്കാം. സോ whatever the currency you want, you can just find it and publish there. So advanced options like create universal analytics property also okay. So നമുക്ക് രണ്ടും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ യൂണിവേഴ്സൽ പ്രോപ്പർട്ടി ആസ് വെൽ ആസ് അനാലിറ്റിക്സ് പ്രോപ്പർട്ടി ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് URL ഇടണം. സോ URL നമ്മൾ ഇവിടെ കാണിക്കുന്ന വെബ്സൈറ്റിന് URL ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. സോ ദിസ് ഈസ് ദ URL വിച്ച് ഐ എം ഗോയിങ് ടു യൂസ്. ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ URL, സൈറ്റിൻ്റെ URL വരുന്നത്. സോ സൈറ്റിൻ്റെ URL ഇവിടെ കോപ്പി ചെയ്യുമ്പം നമുക്ക് HTTPSൻ്റെ ആവശ്യമില്ല. സോ ജസ്റ്റ് റിമൂവ് ദാറ്റ് ആൻഡ് ഈ പർട്ടിക്കുലർ സെക്ഷൻ്റെ ആവശ്യമില്ല. സോ നമുക്കത് റിമൂവ് ചെയ്യാം. ഈവൻ ദോ നമുക്ക് ഇത് മാത്രം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യൂണിവേഴ്സൽ അനാലിറ്റിക്സ് മാത്രം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തത് മാത്രം. ബട്ട് ഇൻ സ്റ്റേജ് നമുക്ക് രണ്ടും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ഗെറ്റ് ദ ഇൻഫോർമേഷൻ ലൈക്ക് സംതിങ് രണ്ടിൻ്റെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. ആസ് ഓഫ് നൗ ഞാൻ രണ്ടിനെയും കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. ക്ലിക്ക് ഓൺ ദ നെക്സ്റ്റ്. ഇപ്പോൾ ഇതിനകത്ത് ബേസിക് ഒരു ഡാറ്റ ഇൻഫോർമേഷനാണ് നമ്മുടെ ഏത് ഇൻഡസ്ട്രിയാണ്. സോ യു ക്യാൻ ഗിവ് ലൈക്ക് വിച്ച് എവർ ദ ഇൻഡസ്ട്രി. സോ ഇത് ഇൻ്റർനെറ്റ് ടെലികോം എത്ര എംപ്ലോയീസ് ഉണ്ട് യു ക്യാൻ ഗിവ് ബേസ്ഡ് ഓൺ യുവർ റിക്വയർമെൻറ്റ്. സോ നിങ്ങളുടെ ഏതാണ്. സോ ആസ് ഓഫ് നൗ ലൈക്ക് 1 to 10 എംപ്ലോയി ഞാൻ കൊടുക്കാം. സോ വാട്ട് ആർ ദ തിങ്സ് യു വാണ്ടഡ് ടു മേജർ. ഐ വാണ്ടഡ് ടു ഓൾ ദീസ് തിങ്സ് ടു മേജർ. സോ ആപ്പ് എനിക്കില്ല. സോ ആപ്പ് മാത്രം ഞാൻ അവോയ്ഡ് ചെയ്യുക. ബാക്കിയെല്ലാം സാറിന് ഓക്കെയാണ്. സോ ലെറ്റ്സ് ക്രിയേറ്റ്. ഇനിയിപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. സോ ഇതിനകത്ത് നമ്മുടെ കൺട്രി നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് നമുക്ക് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താ ചെയ്യേണ്ടത്, accept ചെയ്യണം. So let me accept these terms and conditions. So
ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അക്കൗണ്ട് സെറ്റപ്പായി, കംപ്ലീറ്റ് അക്കൗണ്ട് റെഡിയായി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന നമുക്ക് ചോദിക്കുന്നത് അവിടെ അനാലിറ്റിക്സിനകത്ത് മെഷർമെൻറ്റ് ഐ ഡി എന്താണ് ചോദിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് ആ പർട്ടിക്കുലർ സെക്ഷനകത്തോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഗൂഗിൾ അനാലിറ്റിക്സ് ട്രാക്കിംഗ് ഐ ഡി ഓർ മെഷർമെൻറ്റ് ഐ ഡി ആണ് ചോദിക്കുന്നത്. സോ നമുക്ക് മെഷർമെൻറ്റ് ഐ ഡി ഇതാണ് വരുന്നത്. സോ വി ക്യാൻ ഗോ ഹിയർ ആൻഡ് ഗിവ് ദാറ്റ് മെഷർമെൻറ്റ് ഐ ഡി ഹിയർ ആൻഡ് മെഷർമെൻറ്റ് ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഇനേബിൾ ആവും. സോ നൗ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതെന്താ ചെയ്യാൻ പറ്റുന്നത്, പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. സൈറ്റ് ഈസ് ആക്ടിവേറ്റഡ് ആണ്. സോ നൗ ഇപ്പം ഇത് വർക്കിംഗ് ആണോ ഇല്ലയെന്ന് നമുക്ക് അറിയുന്നത് എങ്ങനെയാണ് പറഞ്ഞാൽ, സോ നമ്മൾ റിയൽ ടൈമിനകത്തോട്ട് ഡാറ്റ നോക്കാൻ വേണ്ടി അക്കൗണ്ട് ഇവിടെ നമ്മൾ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം റിയൽ ടൈമിനകത്ത് ഡാറ്റ കാണിക്കാൻ തുടങ്ങുന്നത്. ഈ ഡിജിറ്റൽ ടെക്കി ഒരാളിപ്പോൾ ഇതിനകത്ത് ആക്റ്റീവാണ്. സോ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് ആക്റ്റീവാണ്, കോഴിക്കോടിനാണ് ആക്റ്റീവ്. സോ ഇങ്ങനെയാണ് നമ്മൾ അനാലിറ്റിക്സ് സെറ്റപ്പ് ചെയ്യുന്നത്. സോ നൗ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ലൈക്ക് നമ്മുടെ ഈ വെബ്സൈറ്റിനകത്ത് വരുന്ന ട്രാഫിക്സ് എല്ലാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ വൺസ് അനാലിറ്റിക്സ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി സെക്ഷൻസും നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. So let's see how to do other things also. അടുത്തത് നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോൾ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. സോ സ്റ്റാർട്ട് നൗ. ഗൂഗിൾ സെർച്ച് കൺസോളിനകത്ത് ഞാൻ വന്ന്, സോ ഇവിടെ എനിക്ക് പുതിയ സൈറ്റാണ് ആഡ് ചെയ്യേണ്ടത്. സോ ഐ വിൽ ജസ്റ്റ് ക്ലിക്ക് ഹിയർ. ഞാൻ ആഡ് എ പ്രോപ്പർട്ടി ആഡ് ചെയ്യാം. സോ ഐ ക്യാൻ ജസ്റ്റ് ആഡ് എ പ്രോപ്പർട്ടി ഡൊമൈൻ ആൻഡ് URL പ്രിഫിക്സ്. സോ ഐ വിൽ ഗോ വിത്ത് URL പ്രിഫിക്സ്. സോ നമുക്ക് URL പ്രിഫിക്സ് ഒന്ന് കോപ്പി അടിക്കാം. സോ ലെറ്റ്സ് സീ if this course works. So as per logic നമുക്ക് അനാലിറ്റിക്സ് വഴിയാണ് വെരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്. So let's see that if it's get verified. So let's continue. ഞാൻ ഈ പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യാനാണ് നോക്കുന്നത്. സോ വെരിഫൈഡ് ആയി, ഗോ ടു പ്രോപ്പർട്ടി. സോ ഞാൻ ഈ ഇമെയിൽ വെച്ചിട്ടാണ് അനാലിറ്റിക്സ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി വെരിഫൈ ആയത്. സോ വൺസ് ഈ പ്രോപ്പർട്ടി വെരിഫൈ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബാക്കി എല്ലാം പ്രോപ്പർട്ടീസ് ഇത് വെച്ചിട്ട് എനിക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. സോ വൺസ് site.google ഈ പർട്ടിക്കുലർ സൈറ്റ് എനിക്ക് ഇപ്പം വരുന്ന സെർച്ച് കൺസോളിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ നോക്കാൻ പറ്റും. ഇപ്പോൾ ഈ സെർച്ച് കൺസോൾ വെരിഫൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിങ് വെബ് മാസ്റ്ററും AHRFും ഇതെല്ലാം സെർച്ച് കൺസോളായിട്ട് കണക്റ്റഡ് ആണ്. അതെല്ലാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, വെരിഫൈ ചെയ്യാൻ പറ്റും. So this is the way how you set up this particular segment. So now let's see that how it's going to be like traffic angane varna. So go and set up your analytics as well as search console for your web 2. Serious site ne consider ya, regular content publish ya, regular update ya. So that will actually end of the day like or long term range na, this is also going to be built as a assets and you can use them as a or internal linking purpose as well as your brand മെയിൻ്റെനൻസ് അല്ലെ പിന്നെ ഒരു ബ്രാൻഡിൻ്റെ റെക്കഗ്നൈസേഷന് വേണ്ടി നിങ്ങൾക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ് ഇൻ ദിസ് പർട്ടിക്കുലർ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ലെറ്റ്സ് സീ ഇൻ അനദർ വീഡിയോ. ടിൽ ദെൻ കീപ് ലേണിംഗ്. ബൈ ബൈ, ടേക്ക് കെയർ.